ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പോവാണ്. ഞങ്ങൾക്ക് ഇന്ന് എല്ലാവർക്കും ലീവുള്ള ദിവസം നോക്കിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ട്രിപ്പ് പോകുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കും ഈ ബാഗും സാധനങ്ങളൊക്കെ എന്തിനാണെന്ന്. അതൊക്കെ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ സ്പെഷ്യാലിറ്റീസാണ്. നമ്മൾ പോകുന്നത് ഗോപാലസ്വാമി അമ്പലം ഗുണ്ടൽപേട്ടിലേക്കാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് അവിടേക്ക് പോകുന്നത്, ഇതുവരെ പോയിട്ടില്ല. അവിടെ ജീൻസൊക്കെ അലൗഡ് ആണെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ കരുതി വെച്ചിട്ടുണ്ട് ആദ്യം. അപ്പോൾ കുടയും റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. മൊത്തം മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് മഴ ഉണ്ടാവും എന്നുള്ളത് വെച്ച് ഞങ്ങൾ റെയിൻകോട്ടും കുടയൊക്കെ സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ പ്ലാൻഡോടെയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഇറങ്ങിയത് രാവിലെ 5 മണി 5:30ക്കാണ്. നിങ്ങൾ കാണുന്നുണ്ട് അവിടെ ഒരാളെയും കാണുന്നുണ്ടാവില്ല, അത് രാവിലെ പുലർച്ചെ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കും ഞങ്ങളെ കൂടെ ഈ ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ 4 പേരാണ് പോയത്. ഞങ്ങൾ പോകുന്ന വഴിക്കൊരു പാലമുണ്ട്. മുഖ്യമന്ത്രി ഞങ്ങൾക്ക് വേണ്ടി DJ ലൈറ്റ് ഒരുക്കിയതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മഴ കിട്ടി. കൊടുവള്ളിയിൽ നിന്ന് നമ്മൾ പെട്രോളൊക്കെ അടിച്ചു. താമരശ്ശേരി ചുരത്തിന് താഴെ ഇടതുവശത്തായിട്ടാണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത്. ഇതിലെ കടന്നു പോകുമ്പോൾ നേർച്ചപ്പെട്ടിയിൽ പണം ഇടാറുണ്ട്. എല്ലാ പ്രാവശ്യവും പോലെ തന്നെ ഇപ്രാവശ്യവും ഞങ്ങൾ പണം നേർച്ചപ്പെട്ടിയിൽ ഇട്ടിട്ടാണ് പോയത്. കുറച്ചിങ്ങോട്ട് എത്തിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശപ്പിൻ്റെ വിളികൾ വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നല്ല സൈഡാക്കി, കൈതപ്പൊയിൽ ആ ഒരു ഭാഗത്തൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾ സൈഡാക്കി. അപ്പോൾ ഒരു പണ്ടത്തെ സ്റ്റൈലൊരു ഹോട്ടലിൽ കയറി ഞങ്ങൾ. നല്ല വൈബുള്ളൊരു ഹോട്ടൽ. ഇനി അധികം തിരക്കൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. രാവിലെ ആയതുകൊണ്ട് അധികം ആരുമില്ല ഇനി. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. നല്ല നാടൻ അടിപൊളി ടേസ്റ്റുള്ള ഫുഡ്. പൂരിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വഴി പോവുകയാണെങ്കിൽ ഹോട്ടലിൽ എല്ലാവരും മറക്കാതെ കയറണം. അടിപൊളി ഫുഡാണ് ഇവിടുത്തെ. ആദ്യം വെള്ളപ്പമായിരുന്നു പറഞ്ഞത്, അലീന മാറ്റി അത് പൂരിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇവിടെ പിന്നെ എല്ലാം പോകും, പൂരിയും പോകും വെള്ളപ്പം പോകും. അമ്മ പൂരിയും ചപ്പാത്തി. എങ്ങനെയുണ്ട് പൂരി? എന്താ സ്ഥിതി? അടിപൊളി സെറ്റ് കറി. ഫുഡ് എങ്ങനെയുണ്ട് അലീന? ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എവിടെ പോകുമ്പോൾ? വയനാട്ട് പോകുമ്പോൾ വയനാട്ട് പോകുന്ന സമയത്തൊക്കെ തന്നെ പറ്റും. വയനാട്ടിലേക്കാണല്ലോ കൂടുതൽ ആൾക്കാരും പോകും. വയനാട് ചുരം കയറുന്നതിൻ്റെ മുമ്പ് നല്ല സൂപ്പർ ഫുഡ്. രാവിലെ ആണെങ്കിൽ പൊളി വൈബ്. ലലീന എങ്ങനെയാ? പൊളി വൈബാന്ന് എങ്ങനെയാ പറയാ? സെറ്റ് വൈബ്. അപ്പം എന്നാൽ എൻ്റെതും എത്തിയിട്ടുണ്ട് ഫുഡ്. അപ്പം ഞാനും കഴിക്കട്ടെ. മാത്രം ഉലുവ രസം രാത്രി നമ്മൾ വെള്ളത്തിലിട്ടേക്കാം. രാവിലെ എടുത്തിട്ട് മുത്താറി കൊടുക്കുക, കുറുക്ക് മുത്താരി കഴിക്കുക, അത് കഴിക്കുക. ഏറ്റവും ബെസ്റ്റ് സാധനമാണ് പച്ചക്കായ. ഗ്യാസിലൊരു പറ്റും, ഇതാണ് നല്ല സാധനം. കാലിന് മുടിയെത്തിയപ്പോ 3-ാം തീയതി മുടിയെത്തിയപ്പോ 422 വന്ന് എല്ലാരും പോയി ചാടി ഓടിയിട്ടൊക്കെ പോയതാണ്. നിങ്ങളെ വേറെന്തിന്? ജാഫർ. ഓക്കെ, അടിപൊളി ഫുഡാ. ഫുഡ് എന്തായാലും സൂപ്പർ അയക്കുന്നത്. ഒരു ഓക്കെ എന്നാല് ശരി. എന്നാല് ശ്രദ്ധിച്ച് നടക്കണേ, ഭയങ്കര സ്ലിപ്പിംഗ് ഉണ്ട് അവിടെ. ശരി എന്നാല്. ഗുയിസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫുൾ സെറ്റായി. ഇനി ഞങ്ങൾ വയനാട് ചുരം കയറാനുള്ള ത്രില്ലിലാണ്. ഹായ് ഗായ്സ്, നമ്മളിപ്പം വയനാട് ചുരം കയറാൻ പോവാണ്. ഇതിപ്പോ എവിടെ എത്തിയത് അലീന? വയനാട് ചുരല്ല, ഇതെത്തിയത് അടിവാരം. എവിടെയാണ്? അടിവാരം. നമ്മള് ഫുഡ് താഴ്വാരം, അടിവാരം. അപ്പോൾ ഞങ്ങൾ
ചില്ല ചെയ്ത് പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റ് കാലാവസ്ഥ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കാറ്റും മഴയൊക്കെ ആയിട്ട് വൈബാണ് ഗുയ്സ്. അപ്പോൾ രാവിലെ തന്നെയൊക്കെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല, നല്ല ക്ലൈമറ്റുമാണ്, നല്ല സെറ്റ് വൈബായിക്കൊണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാടിൻ്റെ ചുരം കയറുമ്പം എവിടെയെങ്കിലും ഒന്ന് നിർത്തിയില്ലേ എന്താ അറിയില്ല, മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവില്ല. ആ ഒരു ക്ലൈമറ്റ് നിന്ന് ആസ്വദിക്കുന്ന ഒരു വേറെ ലെവൽ വൈബ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് സൈഡാക്കി ഞങ്ങൾ മൊത്തം വ്യൂ ഒന്ന് നോക്കുക. താഴോട്ടൊക്കെ നോക്കുമ്പോൾ ചെറിയ എന്തോ ഉറുമ്പ് പോണ പോലാണ് കാറൊക്കെ പോകുന്നത്, കുറേ വളവുകളൊക്കെ ആയിട്ട് സെറ്റ് വൈബാണ് ഗുയ്സ്. അപ്പോൾ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വല്ല മൃഗങ്ങളോ മാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. നല്ലോണം ആസ്വദിച്ചുകൊണ്ട് പോവാണ് ഗുയ്സ്. നമ്മൾ മൊത്തം ചില്ല് ചെയ്ത് പോവാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം മൊത്തം വെള്ളത്തിലാണ്, മഴയൊക്കെ പെയ്തുകൊണ്ട് മൊത്തം വെള്ളമാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു അടിപൊളി പ്ലേസ് കിട്ടുന്നത്. അപ്പം തന്നെ വണ്ടി നിർത്തി ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കാറിൽ നിന്നൊക്കെ എല്ലാവരും ഇറങ്ങിയപ്പോഴാണ് സൈഡിൽ നോക്കുമ്പോൾ മൊത്തം ആൺകുട്ടികളും ഫുൾ ഫാമിലിയോട് പോലെ വന്നിരിക്കുകയാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും നല്ലൊരു കൺകുളിർമയുള്ളൊരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങളവിടെ ഇറങ്ങിയതും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതും ഇവരെ കണ്ടതൊക്കെ കുറേ തന്നെ ഞങ്ങൾ നോക്കിയിരുന്നു. അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ കർണാടക ഫോറസ്റ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുയ്സ് നമ്മൾ ആനയിനെയും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചത് ഈ ആന എന്താ ഇവിടെ ആളും ബഹളമൊക്കെ ഉള്ള ഒരു റോഡ് സൈഡ് ഏരിയയിൽ വന്നതെന്ന്. ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അവിടെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പം അമ്മ പറഞ്ഞു തന്നു ഈ ആനയ്ക്ക് എന്തോ അസുഖം ബാധിച്ചിട്ട് ഇവിടെ വെച്ച് കൊണ്ടുവന്നതാണ്. ഞങ്ങൾ കർണാടകേൻ്റെ ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഇങ്ങനെ ഫുൾ സെറ്റ് വൈബായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗുണ്ടൽപേട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുണ്ടൽപേട്ടോ? നിങ്ങൾ പോകും വഴി എവിടെയാണ് കണ്ടു പറയും ഞാൻ. ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്. ബാക്ക് 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 എല്ലാരും പറയൂ. ബാക്ക് 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 കേൾക്കുന്നില്ല ഉറക്കെ. ബാക്ക് 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 ബാക്ക്. വീണ്ടും ഒന്ന് ഞങ്ങൾ വണ്ടി നിർത്തി. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ സൺഫ്ലവർ നിറഞ്ഞു നിൽക്കുന്ന പാടം കണ്ടിട്ട് നിർത്താതെ കണ്ണടച്ച് പോകാൻ തോന്നിയില്ല. അതിന് നടുവിലൂടെയൊക്കെ നടക്കാനൊരു പൂതി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല കാറ്റൊക്കെ അടിച്ചതിൻ്റെ നടുവ് കൂടെ നടക്കാൻ എന്ത് രസമാണെന്നറിയോ. നിങ്ങളെല്ലാവരും തീർച്ചയായും പോകണം. ഞങ്ങൾ റീൽസൊക്കെ എടുത്ത് ഫുൾ വൈബാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോഴാണ് ഒരു വൈബ് കയറി വന്നത്. അതുവരെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് സെറ്റാക്കിയാണ്. ഇപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ നമ്മുടെ അതിൽ ട്രെൻഡിങ് ആയിട്ടുള്ള റീൽസൊക്കെ എടുത്ത് ഈ റീൽസും ഫോട്ടോസൊക്കെ ഞങ്ങൾ ഈ മുകേഷ് ബേപ്പൂർ എന്നുള്ള ID തന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കയറി നോക്കണം. ഈ കർണാടക ഭാഗത്തൊക്കെ ഉള്ള വീടുകൾ കുറച്ച് ചെറിയ വീടുകളൊക്കെ ആണ്. ഈ വീടുകളൊക്കെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പഴയ സ്റ്റൈലിൽ തൂണുകളൊക്കെ ഉണ്ട്. രണ്ട് തട്ടൊന്നുമല്ല, അടുത്തടുത്തുള്ള വീടുകളാണ്. ഹായ് ഗോപാൽസ്വാമി ടെമ്പിൾ എങ്ങനെ അറിയോ? എവിടെ എങ്ങനെ പോണു? ഇങ്ങനെ പോണോ? സെറ്റ് ഹോഗി
ಸ್ಕೂಲ್ ಹೋಗಿದ್ದೆ ಬೇರೆ ಪೇಂಟಿಗೆ ಹೋಗ್ತಾನೆ ಕೊಲ ಊಟದ അതാ ഓക്കെ. ഈ യാത്രക്കിടയിൽ ഞങ്ങൾക്ക് കേരള മഴയും കർണാടക മഴയും കിട്ടി. ഞങ്ങൾ പാട്ടൊക്കെ പാടി ചില്ല് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ആറ്റക്കിളി പോകും നേരം കൊണ്ടൊരു കൂടൊരു കാൻവാ. ഇനി കുറച്ച് നിമിഷങ്ങൾക്കകം ഞങ്ങൾ ഗോപാലസ്വാമി അമ്പലത്തിലെത്തും. അതിനുള്ള ത്രില്ലിലാണ് ഞങ്ങളെല്ലാവരും. നമ്മൾ ഗോപാലസ്വാമി അമ്പലത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പം ഇവിടുന്ന് ഇനി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഒരാൾക്ക് 60 രൂപയാണ്. അതെടുത്തിട്ട് കർണാടക ബസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ബസ്സിൽ കയറിയിട്ട് മലേൻ്റെ മുകളിലുള്ള ഗോപാലസ്വാമി അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. മുഴുവൻ കോട മഞ്ഞാണ് ഗുയിസ്. നല്ല തണുപ്പും അതിനിടെ ചെറിയ ചാറ്റൽ മഴയും ഉണ്ട്. മലേൻ്റെ മുകളിലുള്ള ഗോപാലസ്വാമി അമ്പലത്തിൽ ഞങ്ങൾ എത്തി. നിങ്ങൾക്ക് ഈ കാറ്റിൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ അറിയാം എത്ര ഇതിലാണ്. നല്ല സ്ട്രോങ് കാറ്റാണ്, നല്ല പാറുന്ന കാറ്റാണ്. അപ്പോൾ ഇതാ മുകളിലുള്ളതാണ് അമ്പലം. ഈ സ്റ്റെപ്പുകളൊക്കെ നമ്മളിങ്ങനെ കയറണം. അപ്പോൾ ഞങ്ങൾ മഴ ആയതുകൊണ്ട് റെയിൻകോട്ടൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജീൻസൊക്കെ അലൗഡാണ്, കുഴപ്പമൊന്നുമില്ല. ഈ തണുത്ത കാറ്റും കോട മഞ്ഞൊക്കെ ആയിട്ട് നല്ല പോസിറ്റീവ് എനർജി ഉള്ളൊരു അമ്പലമാണിത്. എല്ലാവരും തീർച്ചയായും പോകണം. നമ്മളിതുവരെ പോയിട്ടോ ഈ ഹിമവത് ഗോപാലസ്വാമി അമ്പലം എന്നുള്ളൊരു അമ്പലത്തിൻ്റെ പേര് പോലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ എന്തെന്നറിയില്ല, ഈ അമ്പലത്തിൽ വന്നപ്പോൾ ഭയങ്കര റിലാക്സാണ്. നമ്മുടെ ടെൻഷനൊക്കെ മാറുന്നുണ്ട്. ഓരോ ട്രിപ്പ് പോലെയാണ്. ഒരു KSRTC ബസ് വന്നു പോയി കഴിഞ്ഞാൽ അടുത്ത ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുവരെ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാം. കുറേ ആചാരങ്ങളൊക്കെ ഉള്ള അമ്പലമാണ്. അപ്പോൾ അവിടുത്തെ ദർശനമൊക്കെ കഴിഞ്ഞു. തിരിച്ച് വേറൊരു ബസ്സിൽ ഇറങ്ങി. നിങ്ങളിവിടെ ഒരു ക്യൂ കാണുന്നുണ്ടോ, അത് അവിടെ ടിക്കറ്റ് കൗണ്ടറിലേക്കുള്ളതാണ്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ബസ്സിലാണ് കയറേണ്ടത്. ഇവിടെ നല്ലൊരു കാഴ്ച നമുക്ക് കാണാം. യാത്ര കഴിഞ്ഞ് ടയേർഡായി വരുന്നവർക്ക് നിരനിരങ്ങനെ കടകളുണ്ട്. അപ്പോൾ നമുക്ക് കടകളിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. ഈ നിരയിൽ രണ്ടാമത്തെ കടയിൽ നമ്മൾ കയറി. അവിടെ ഒരു ഏട്ടനും ചേച്ചിയായിരുന്നു. ഇവിടുത്തെ വെറൈറ്റി ഫുഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉള്ളിയും ക്യാരറ്റും മല്ലിച്ചപ്പും ഒക്കെ ഒരു മസാലയൊക്കെ ഇട്ടിട്ട് പൊരിയൊക്കെ ഇട്ടിട്ടുള്ളൊരു നല്ല ടേസ്റ്റുള്ളൊരു പൊരിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആയിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ കുറേ എക്സ്പ്ലെയിൻ ചെയ്തപ്പം നമ്മൾ എന്തായാലും അതൊന്ന് ടേസ്റ്റ് നോക്കാൻ വിചാരിച്ചു. അപ്പോൾ അലീനയ്ക്ക് കുറേ കാലമായി ഇവളിങ്ങനെ ഗോലിസോഡ പറയുന്നു. അപ്പോൾ ഞങ്ങൾ കടകളൊന്നും പോകുമ്പോൾ കിട്ടാറില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഓളെ ലക്കിന് കിട്ടി. അപ്പോൾ അവൾ കളറും ഫ്ലേവറൊക്കെ സെലക്ട് ചെയ്ത്. അപ്പം നിങ്ങൾക്ക് കാണാം ഈ ഏട്ടനെ സഹായിക്കുന്ന ഏച്ചിയാണ് ഇവിടെ ഉള്ളത്. ഏച്ചി നമുക്ക് ചൂടോടെ മുളക് ബജിയും പൊട്ടാറ്റോ ബജിയും ഉണ്ടാക്കി തന്ന്. അമ്പലത്തിലെ തണുപ്പും കോടമഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ചൂടോടുള്ള മുളക് ബജിയൊക്കെ തിന്നുമ്പോഴുള്ള സുഖമുണ്ടല്ലോ, സെറ്റാണ് ഗുയ്സ്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ചമ്മന്തിയും കിട്ടിയിരിക്കുന്നു. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ ഈ മുളക് ബജിയും പൊട്ടാറ്റോ ബജിയും പിന്നെ അലീനതാ ഗോലിസോടൊക്കെ അവിടെ കുടിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചു വരുന്ന വഴി ഒരു ആൽമരം കണ്ട്. അപ്പം എന്തായാലും ഒരേ വൈവിൽ നിൽക്കുക. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ വണ്ടി നിർത്തി. അപ്പോൾ അലീനത് അവിടെ ആൽമരത്തിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ തിരിച്ചു വരുന്ന വഴി ഒരു കർഷകനായ അച്ചച്ചനെ നമ്മൾ കണ്ടു. ആ അച്ചച്ചൻ നമ്മളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. നല്ല ക്യൂട്ട് അച്ചച്ചനാണ്, നാഗപ്പ എന്നാണ് പേര്. അപ്പം വീട് ഇവിടെ അടുത്താണ് പറഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയി. കുറേ നല്ല നല്ല മൊമെൻറ്റ്സ് ഞങ്ങൾക്ക് അവിടെ. ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വേറൊരു പാർട്ടിൽ വരുന്നതായിരിക്കും, പാർട്ട് 2. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണം. ഇതിനെക്കാട്ടി നല്ല അടിപൊളി കാഴ്ചകളാണ് ആ വീഡിയോയിലുള്ളത്. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.